നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. FC ബാഴ്സലോണയിൽ കാര്യങ്ങൾ വളരെ കലുഷിതമാണ്. നമുക്കറിയാം, സൂപ്പർ കോപ്പ ഡി എസ്പാനയുടെ ഫൈനലിൽ റയൽ മാഡ്രിഡിനോട് തകർന്ന തരിപ്പണമായതിന് പിന്നാലെ വലിയ വിമർശനങ്ങൾ ചാവി ഹെർണാണ്ടസിനെതിരെ വരുന്നുണ്ട്. എന്തായാലും ഇന്നത്തെ മത്സരം ഇന്ന് അവർ കളിക്കാൻ ഇറക്കുന്നു. കൊപ്പ ഡെൽറേ മത്സരം, റൗണ്ട് ഓഫ് 16 മത്സരമാണ്. ലോവർ ഡിവിഷൻ ടീമിനെതിരെയാണ് അവർക്ക് കളിക്കാനുള്ളത്. യൂണിയനിസ്റ്റാസിനെതിരെയാണ് കളിക്കാനുള്ളത്. രാത്രി 12 മണിക്കാണ് മത്സരം. ഈ മത്സരം വിജയിക്കുക, അങ്ങനെ വിജയ വഴിയിലേക്ക് തിരികെ വരിക എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ബാഴ്സലോണയുടെ ലക്ഷ്യം. ചാവി ഹെർണാണ്ടസ് ഇന്നലെ വളരെ കൃത്യമായിട്ട് പറഞ്ഞു, ഞങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ മൈൻഡ് സെറ്റ് മാറ്റുക എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ ഒരു ഡിഫറെൻറ്റ് കോമ്പറ്റീഷനിലാണ് ഇനി കളിക്കാനുള്ളത്. ശരിയാണ്, സൂപ്പർ കോപ്പ ഡി എസ്പാന തോറ്റു, അത് കഴിഞ്ഞു. ഇനി ഡിഫറെൻറ്റ് കോമ്പറ്റീഷനിലാണുള്ളത്. അങ്ങനെ മൈൻഡ് സെറ്റ് മാറ്റുക വളരെ ക്ലിയർ ആണ്. ഞങ്ങൾ തന്നെയാണ് സലമാങ്കയ്ക്കെതിരെ ഫേവറേറ്റ്സ് ആയിട്ടുള്ളത്. ബട്ട് അത് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടതുണ്ട്. വളരെ ക്ലിയർ ആണ് അവരുടെ കാര്യത്തിൽ. അവർക്ക് പൊട്ടൻഷ്യൽ ഉണ്ട്. അവരുടെ കഴിഞ്ഞ മത്സരങ്ങൾ നമ്മൾ അനലൈസ് ചെയ്താൽ അത് വളരെ കൃത്യമായിട്ട് നമുക്ക് കാണാൻ കഴിയും എന്നുകൂടി ഇപ്പോൾ ചാവി ഹെർണാണ്ടസ് പറയുന്നുണ്ട്. അതേസമയം ബാഴ്സലോണയ്ക്ക് ഒരു സർപ്രൈസ് കൊടുക്കാൻ കഴിയുമോ എന്നുള്ളത് നമുക്ക് നാളെ നോക്കാം എന്നാണ് ഇപ്പോൾ യൂണിയനിസ്റ്റാസിന്റെ പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നത് എന്ന കാര്യം കൂടി ഓർക്കുക. അപ്പം അവര് കാര്യങ്ങൾ വളരെ സീരിയസ് ആയിട്ട് തന്നെ എടുക്കുന്നു. റോബർട്ടോ പെസ്കാഡോർ, യൂണിയനിസ്റ്റാസിന്റെ പ്രസിഡന്റ്, പറയുന്നു, നമുക്ക് നോക്കാം, ലെറ്റ് സീ ഇഫ് വി ക്യാൻ ഗിവ് ബാഴ്സ എ സർപ്രൈസ് ടുമാറോ. ഇന്നലെ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന വാക്കുകളാണ്. അതുപോലെ തന്നെ അവരുടെ കോച്ചും ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നു, ഞങ്ങൾ ഒരു മിസ്റ്റേക്കും വരുത്താതെ കളിക്കാനായിരിക്കും ശ്രമിക്കുക, മാക്സിമം എഫക്റ്റീവ്നെസ്സോട് കൂടി കളിക്കാൻ വേണ്ടി പരിശ്രമിക്കും. ഞങ്ങൾ ഇത്ര ദൂരം വന്നില്ലേ, അത് VRL പോലുള്ള ടീമിനെതിരെ പണി കൊടുത്തിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒന്നും ഞങ്ങൾ വിട്ടുകൊടുക്കാൻ പോകുന്നില്ല, കടുത്ത പോരാട്ടം നടത്തുമെന്ന് അവരുടെ കോച്ചും പറയുമ്പോൾ ബാഴ്സക്ക് കാര്യങ്ങൾ ബുദ്ധിമുട്ടാകുമോ എന്നുള്ളതാണ് ആരാധകർ നോക്കുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.